ഗുഡ് ഈവനിങ് എവരി വൺ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് ലൈവായിട്ട് തന്നെ എടുക്കണം എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് ലൈവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് റെക്കോർഡഡ് ക്ലാസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് RTOയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ചോദ്യങ്ങൾ ചോദിച്ച ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ക്ലാസ് മുന്നോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ കറൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു 3 കോഴ്സുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇൻ കേസ് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കോഴ്സ് PSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഇൻഫർമേഷനിലേക്ക് വേണ്ടിയിട്ടാണ്. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്താൽ മതി. ഓക്കെ, വീഡിയോ ഒന്ന് ഫാസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്ന ഭാഗത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോഴ്സ് എന്ന് പറയുന്നത് ഡിഗ്രി ലോങ് ടേം ബാച്ച് വരുന്നുണ്ട്. അതായത് ഇനി PSC വിളിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടാണ് ഡിഗ്രിയുടെ ഈ ഒരു ലോങ് ടേം ബാച്ച് വരുന്നത്. 1500 രൂപയാണ് ഇതിൻ്റെ ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ബാച്ചുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹയസ്റ്റ് ഫീ വരുന്ന ഒരു ബാച്ചാണ് 1500 രൂപ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇൻക്ലൂസീവായിട്ട് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരിക്കും. ഒരു PSC പ്രിപ്പറേഷൻ ആവശ്യമായിട്ട് വരുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷൻ ആയി കഴിഞ്ഞാലും, അതുപോലെ തന്നെ ലൈവ് ആൻഡ് റെക്കോർഡഡ് സിലബസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായി കഴിഞ്ഞാലും, ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് സപ്പോർട്ടുകൾ, ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ട്. ഡിഗ്രിയുടെ ലോങ് ടേം ബാച്ചും വരുന്നുണ്ട്, മെൻറ്റർഷിപ്പ് ബാച്ചും വരുന്നുണ്ട്. ഇതിൽ ടെസ്റ്റ് സീരീസ് ആൻഡ് മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വരുന്നത് മെൻറ്റർഷിപ്പ് ബാച്ചിലായിരിക്കും. ദെൻ ലോങ് ടേം ബാച്ചിലേക്ക് വരുന്ന സമയത്ത് PYQ ഡിസ്കഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പറയുന്ന SCRT ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ അത് ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പോൾ ഒരു 10th ലെവൽ ആദ്യമായിട്ട് PSCക്ക് കടന്നു വരുന്ന ഒരാൾക്ക് ആ ഒരു ഫൗണ്ടേഷൻ ലെവൽ മുതൽ ഡിഗ്രിയുടെ മെയിൻസ് വരെയുള്ള എല്ലാ എക്സാമുകളും ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കാര്യങ്ങളൊക്കെ കറൻ്റ്ലി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ട്സ് അവൈലബിൾ ആക്കുന്നതായിരിക്കും. മലയാളത്തിലായിരിക്കും ആദ്യം നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇനി PSC വിളിക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെ ഇപ്പം തന്നെ പഠിച്ച് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡെയിലി ഒരു 1 to 1.5 hours മാത്രമേ ക്ലാസ് വരുള്ളൂ. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പതുക്കെ പഠിച്ച് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു 365 ദിവസം കൊണ്ട് സ്ലോ ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഭാഗങ്ങൾ, അതിൻ്റെ ക്ലാസ്സുകൾ, അതിൻ്റെ നോട്ടുകൾ, PYQ, അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് പഠിച്ച് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഡിഗ്രിയുടെ ലോങ് ടേം ബാച്ച് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തതാണ് നമ്മുടെ ഡിഗ്രിയുടെ മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നുണ്ട്. അത് മെയിൻസ് എക്സാമിനേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പം PSC വിളിച്ചിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിനേഷന് അപ്ലൈ ചെയ്ത് അതിൻ്റെ മെയിൻസ് എക്സാം ക്വാളിഫൈ ആകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ച് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഫീ എന്ന് പറയുന്നത് കറൻ്റ്ലി 1100 രൂപയാണ്. ഇപ്പം ഇനീഷ്യലി ജോയിൻ ചെയ്യുന്നത് മെയ് 2-ാം തീയതിക്ക് മുൻപായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്നത് 1100 രൂപയാണ്. അതിനുശേഷം 1200 രൂപയായിരിക്കും അതിൻ്റെ ഒരു ഫീ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിലിംസ് എക്സാമിനേഷന് പ്രൊവൈഡ് ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മെൻറ്റർഷിപ്പ് സപ്പോർട്ടോട് കൂടിയിട്ടായിരിക്കും ഈ ഒരു കോഴ്സ് നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ള നോട്ടുകൾ, അതിൽ മലയാളത്തിലുള്ള നോട്ടുകളായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ഇപ്പം അവൈലബിൾ ആയിരിക്കുക. ഡിഗ്രി ലോങ് ടേം ബാച്ചിലേക്കായിരിക്കും ഇംഗ്ലീഷിലും കൂടെ ഉള്ള നോട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത്. കാരണം അത് നോട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചധികം സമയം വേണം. കാരണം നമ്മൾ അത്രയും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നിങ്ങൾക്കൊരു റാങ്ക് ഫയലിൻ്റെ ആവശ്യം ഇനി വരില്ല. ഓക്കെ, ആ നോട്ടുകൾ തന്നെ സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയലിനേക്കാളും ഏറ്റവും മികച്ചതും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ജസ്റ്റ് ഇൻഫർമേഷൻസ് ബുള്ളറ്റ് പോയിൻ്റ് ആയിട്ട് അങ്ങനെ അറേഞ്ച് ചെയ്തിട്ടല്ല, ഓരോ കാര്യങ്ങളെയും എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കി, അതായത് നമ്മൾ സാധാരണ ഒരു കഥയോ നോവലോ ഒക്കെ വായിക്കുന്ന സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള നോട്ടുകളാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിൽ ഇമേജസ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ട് വരുന്ന ഇനി വരുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ് എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് അടക്കം കവർ ചെയ്യുന്ന ഒന്നാണ് ഡിഗ്രി മെയിൻസ് മെൻറ്റർഷിപ്പ് ബാച്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രിയുടെ മെയിൻസിന് വേണ്ടിയിട്ട് ഒരു റെഗുലർ ബാച്ച് വരുന്നുണ്ട്. ഇപ്പോൾ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് വേണ്ട ജസ്റ്റ് ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ മാത്രമായിട്ട് മതി എന്നുണ്ടെങ്കിൽ ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രം മതി അത് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നോട്ട്സ് കാര്യങ്ങളൊക്കെ മതി എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡിഗ്രി മെയിൻസ് ബാച്ച് ചൂസ് ചെയ്യും. 650 രൂപയാണ് ഇപ്പം ഫീ വരുന്നത്. മെയ് 2-ാം തീയതിക്ക് മുൻപായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഫീ വരുന്നത്. അപ്പോൾ ഇത് ഈ പറയുന്ന 3 കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ കോഴ്സിൽ അഥവാ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നൽകിയിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. യെസ്, എങ്ങനെ അഡ്മിഷൻ എടുക്കാം, അതുപോലെ തന്നെ QR കോഡ് ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു നമ്പറിലേക്ക് 8281694495 എന്ന് പറയുന്ന നമ്പർ അതൊന്ന് സേവ് ചെയ്ത് അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് RTI അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്.
അപ്പോൾ RTA ആക്ട് എന്ന് പറയുന്നത് PSCയുടെ വളരെ ഹോട്ട് ടോപ്പിക്കായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകളിൽ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു മേഖല എന്ന് പറയുന്നത് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ്. ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടുമായിട്ട് PSC സാധാരണ ചോദിക്കുന്ന ഈ ആക്ടിൽ തന്നെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട് PSC ചോദിക്കുന്നത്. ആ ഭാഗങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യുകയാണ്, ഏതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ എന്നുള്ളത്. ഈ RTA ആക്ടിൻ്റെയും കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെയും ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം ഈ ഒരു ഭാഗത്ത് നിന്ന് എത്രത്തോളം ഡെപ്തിൽ, എത്രത്തോളം വാസ്റ്റായിട്ട്, എത്രത്തോളം ഡൈവേഴ്സ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന് അനലൈസ് ചെയ്തതിൻ്റെ ബേസിലാണ് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്നുള്ളത്. സോ ഒന്നാമത്തത് ബേസിക്സ് ഓഫ് ദി RTA ആക്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, ബേസിക്സ് ഓഫ് ദി RTA ആക്ട്, അതായത് ഈ RTA ആക്ടിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ, ആദ്യമായിട്ട് RTA ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള സംസ്ഥാനങ്ങൾ, RTA ആക്ട് നിലവിൽ വന്നിട്ടുള്ള സമയം, RTA ആക്ട് ഒപ്പുവെച്ചിട്ടുള്ള നമ്മുടെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി. അപ്പോൾ ഇങ്ങനെയൊക്കെ ബേസിക് ആയിട്ട് RTA ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ജനറൽ ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ബേസിക്സ് ഓഫ് ദി RTA എന്നുള്ള രൂപത്തിലേക്ക് ചോദ്യം വരാറുണ്ട്. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ് RTAയുടെ സെക്ഷൻസ് ചോദിക്കാറുണ്ട്. RTA ആക്ടിന് ഡിഫറൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന 2 സെക്ഷനാണ് സെക്ഷൻ 12, അതുപോലെ തന്നെ സെക്ഷൻ 15, 16. അപ്പോൾ ഈ ഭാഗങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അതുപോലെ ഏറ്റവും റിപ്പീറ്റായിട്ട് ചോദ്യം വരുന്ന മറ്റൊരു സെക്ഷനാണ് സെക്ഷൻ 8 എന്ന് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 8 അതുപോലെ തന്നെ സെക്ഷൻ 9. ഈ 2 സെക്ഷൻ്റെയും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 2 സെക്ഷനിലുമാണ് എക്സംഷൻസ് പറയുന്നത്. RTA ആക്ടിൻ്റെ പരിധിക്ക് പുറത്തു വരുന്ന ചില കാര്യങ്ങളുണ്ട്, അത്തരം എക്സംഷൻസും അതിൽ തന്നെ ചില സമയങ്ങളിൽ ഈ എക്സംഷൻസ് പറഞ്ഞ കാര്യങ്ങൾ ചില സമയത്ത് RTAയുടെ പരിധിക്ക് ഉള്ളിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെയാണ് ഈ പറയുന്ന സെക്ഷൻ 8, 9 കാര്യങ്ങളിൽ പറയാറുള്ളത്. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 12, 15, 16. ഈ സെക്ഷൻസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ അണ്ടറിൽ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അതുപോലെ തന്നെ ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഇവരെ കുറിച്ചിട്ട് പറയുന്നത്. ഇൻഫർമേഷൻ കമ്മീഷണർ ആൻഡ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ സെൻട്രൽ ലെവലിൽ, സ്റ്റേറ്റ് ലെവലിൽ ഇവരെക്കുറിച്ച് പറയുന്ന സെക്ഷൻസ് ആണ് സെക്ഷൻ 12, 15, 16. ഈ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷണറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാറുള്ളത് ഒന്നാമത്തത് ഇവരുടെ സെലക്ഷൻ കമ്മിറ്റിയാണ്. ഇവരുടെ സെലക്ഷൻ കമ്മിറ്റി, അതായത് ഈ പറയുന്ന ഇൻഫർമേഷൻ കമ്മീഷണേഴ്സിനെ സെലക്ട് ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരെല്ലാം ഉണ്ടാവാറുണ്ട്, ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങൾ ചോദ്യങ്ങളായിട്ട് വരാറുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന RTA ആക്ട് 2005 നിലവിൽ വരുന്നത് 2005-ലാണ്. അപ്പോൾ RTA ആക്ട് 2005 റീസെൻ്റ് ആയിട്ട് 2019 ഗവൺമെൻറ് അമെൻമെൻറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അമെൻമെൻറ്റിൻ്റെ ബേസിലും പലപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ RTA ആക്ടിൽ അമെൻമെൻറ്റ് വരുന്നുണ്ട്, അമെൻമെൻറ്റ് 2019. അമെൻമെൻറ്റ് 2019. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടും, അതായത് റീസെൻ്റ് ആയിട്ട് വന്നുള്ള ചേഞ്ചസ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ആ ചേഞ്ചസിനെ ബേസ് ചെയ്തുകൊണ്ടും ചോദ്യങ്ങൾ ധാരാളമായിട്ട് വരാറുണ്ട്, അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഇനി ഈ സെക്ഷനിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ നമ്മൾ RTA ആക്ട് ഫയൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചില സ്പെഷ്യൽ പ്രിവിലേജസ് കിട്ടാറുണ്ട്. അതായത് നോർമലി നിങ്ങൾക്കറിയാം നമ്മളൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ നമ്മൾ അതിൻ്റെ ഒരു ഫീ ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ 10 രൂപ ഫീ കൊടുക്കേണ്ടി വരാത്ത ചില സിറ്റുവേഷൻസ് വരാറുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ RTA ആക്ടിൻ്റെ ഡിഫറൻറ്റ് പ്രൊവിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഡിഫറൻറ്റ് പ്രൊവിഷൻസിനെ ബേസ് ചെയ്തുകൊണ്ട് പലപ്പോഴായിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഇനി അതുപോലെ തന്നെ RTA ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് ചില ഓർഗനൈസേഷൻസും ചില സബ്ജക്റ്റുകളും മാറ്റിയിട്ടുണ്ട്. എങ്ങനെയാണ്? 2 കാര്യങ്ങളാണ്. അതായത് RTA ആക്ടിൻ്റെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൻ്റെ പരിധിയിൽ നിന്ന് 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മാറ്റി നിർത്തിയിട്ടുള്ളത്. ഒന്ന്, ചില ഓർഗനൈസേഷൻസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഓർഗനൈസേഷൻസിനെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുപോലെ ചില സബ്ജക്റ്റുകൾ. അപ്പോൾ ഇത് രണ്ടും കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കണം. ഏതെല്ലാം സബ്ജക്റ്റുകളാണ്, ഏതെല്ലാം ഓർഗനൈസേഷനാണ് RTA ആക്ടിൻ്റെ പരിധിക്ക് പുറത്തു വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് RTA ആക്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ. അത് നമ്മൾ നന്നായിട്ട് തറവായിട്ട് തന്നെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ എക്സാം വ്യൂ പോയിന്റിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. എന്തായാലും ഇതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒന്ന് ബിൽഡ് ചെയ്യാം. നിങ്ങൾ ഏതൊരു ടോപ്പിക്ക്, ഏതൊരു സബ്ജക്റ്റ് പഠിക്കുകയാണെങ്കിലും കൺസെപ്ച്വൽ ക്ലാരിറ്റിയോട് കൂടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എസ്പെഷ്യലി ഡിഗ്രി ലെവൽ എക്സാമുകൾക്കൊക്കെയാണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ബൈ ഹാർട്ടായിട്ട് കുറേ ഇൻഫർമേഷൻസ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കണമെന്നില്ല. കാരണം നമ്മൾ പഠിക്കുന്ന ഓരോ ഇൻഫർമേഷൻസിനും ചില കണ്ടീഷൻസിലാണ് ആ ഇൻഫർമേഷൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നത്. ചില സാഹചര്യങ്ങളിൽ ആ ഇൻഫർമേഷൻ നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട്
വരില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത്തരം അപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ എക്സാമിനോട് അടുക്കുന്ന സമയത്ത് കുറച്ച് ഹോട്ട് ടോപ്പിക്കുകൾ, കുറച്ച് റിവിഷൻ സീരീസുകൾ കണ്ടുപോയി എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞാൽ റാങ്ക് കിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കും. മെയിൻസിനൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഇല്ലാതെ ഒരു നല്ല റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അത് ഷുവറാണ്. കാരണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ സമയത്ത് ലാസ്റ്റ് മിനിറ്റിൽ മാത്രം ഒരു ബദ്ധപ്പാട് അല്ലെങ്കിൽ ഒരു വെപ്രാളത്തിൽ കുറേ സബ്ജക്റ്റുകൾ മാത്രം പഠിച്ച് പോയിട്ട് നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഒരിക്കലും യൂസ്ഫുൾ ആവില്ല. പ്രിലിംസ് എക്സാമിനേഷൻ ഓക്കെ, പ്രിലിംസ് എക്സാമിനേഷന് ഈ പറയുന്ന പോലെ ഒരു 50,000-ഓളം ആൾക്കാർക്ക് അവർ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ടായിരിക്കും. അവിടേക്ക് നിങ്ങൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഹോട്ട് ടോപ്പിക്സുകൾ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി മാർക്ക് ബൂസ്റ്റ് ചെയ്യാനും ആ ഒരു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാനും സാധിക്കും. പക്ഷേ മെയിൻസിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ ആ ഒരു അബദ്ധം കാണിക്കരുത്. ആദ്യം മുതൽ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുക. അവസാനത്തെ വെപ്രാളവും അതുപോലെ അവസാനത്തെ ഈ റിവിഷനും ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് റാങ്കിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഓക്കെ, അപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയ ആൾക്കാർ മാത്രമായിരിക്കും മെയിൻസ് എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് ഈ പറയുന്ന ക്ലാസ്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. കാരണം RTA ഒക്കെ നിങ്ങൾക്ക് ഒരിക്കലും വിട്ട് കളയാൻ പറ്റില്ല. നിർബന്ധമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരുന്ന, റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ചില ഭാഗങ്ങളാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടായാലും ആ ഒരു പേഷ്യൻസ്, ഒരു ക്ഷമയോട് കൂടിയിട്ട് ക്ലാസ്സുകൾ മുഴുവൻ കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കിടക്കാം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം വ്യൂ പോയിന്റിലുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് പറയുന്നത്. എന്നാലും ആ ഒരു ഹിസ്റ്റോറിക്കൽ സൈഡും കൂടെ ഞാൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, ഹിസ്റ്റോറിക്കൽ സൈഡും കൂടെ ഞാൻ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. കാരണം അത് നിങ്ങൾക്കൊരു കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, സബ്ജക്റ്റിലേക്ക് കിടക്കാം. ഈ RTA എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഓക്കെ, RTA എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് എന്നതിലേക്കാണ് നമ്മൾ ആദ്യം നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. റൈറ്റ് ടു ഇൻഫർമേഷൻ ആണ്. അപ്പോൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ അല്ലെങ്കിൽ വസ്തുതകൾ അറിയാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്കുള്ള അവകാശത്തിനാണ് നമ്മൾ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, വാട്ട് ഇസ് ദ സിഗ്നിഫിക്കൻസ്? ഈ ഒരു ആക്ടിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതായത് സാധാരണ നമ്മൾ പറയാറുണ്ട് സോഷ്യൽ കോൺട്രാക്റ്റ് തിയറി പ്രകാരം, സോഷ്യൽ കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറിയില്ലെങ്കിൽ വേണ്ട വിട്ടേക്കുക. ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഗവൺമെൻറ്റും ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ജനങ്ങൾ നൽകുന്ന അധികാരമാണ് ഗവൺമെൻറ്റിനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതുവരെ രാജാക്കന്മാരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതുവരെ നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന പല ആൾക്കാരും ഇറങ്ങി വന്ന് നമ്മളോട് വോട്ട് ചോദിക്കുന്ന സാഹചര്യമാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വോട്ട് ചോദിക്കുന്ന സാഹചര്യമാണ്. അപ്പം ആ സാഹചര്യത്തിലുള്ള മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ഈ അധികാരം ലഭിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. പ്രിയമ്പിളിൽ തന്നെ പറയുന്നുണ്ട്, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, അതായത് ഈ ഇന്ത്യയിലെ ജനങ്ങളാണ് ഗവൺമെൻറ്റിന് അധികാരം നൽകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ അധികാരത്തിലേക്ക് വീണ്ടും എത്താൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരും. അതുകൊണ്ടാണ് വോട്ട് ചോദിച്ച് ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അധികാരത്തിലേക്ക് ഗവൺമെൻറ്റിനെ അയക്കുന്ന സമയത്ത് ജനങ്ങൾ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ നമുക്ക് ചെയ്തു തരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ നല്ല ഭരണം, വികസനം, ഓക്കെ, ഗുഡ് ഗവേണൻസ്, അതുപോലെ തന്നെ സെൻസിബിളും സെൻസിറ്റീവുമായിട്ടുള്ള ഭരണം, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്കുള്ള താല്പര്യം, അതുപോലെ തന്നെ അധസ്ഥിത വിഭാഗങ്ങളുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കുന്നതായിരിക്കണം ഗവൺമെൻറ് എന്ന് പറയുന്നത്. എല്ലാവരെയും സമഭാവനയോട് കൂടിയിട്ട് കാണുന്ന ഗവൺമെൻറ് ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് അയക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് കൃത്യമായി കണ്ടറിഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്ന ഗവൺമെൻറ് ആയിരിക്കണം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്ന് തികച്ചും അല്ലെങ്കിൽ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് പലപ്പോഴും ഗവൺമെൻറ് ഈ പറയുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ തികച്ചും വിരുദ്ധമായിട്ട് ചില ഗവൺമെൻറ്റുകളൊക്കെ കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതിയിലേക്ക് പോകാറുണ്ട്. ഓക്കെ, കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതിയിലേക്ക് പോകാറുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആളുകൾ തെറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓക്കെ, ആളുകൾ സാധാരണ തെറ്റ് ചെയ്യുന്നത്, കറപ്ഷൻ ചെയ്യുന്നത്, അഴിമതി ചെയ്യുന്നത് ആരും കാണാനില്ലാത്ത സമയത്തായിരിക്കും. ഓക്കെ, ആരും നമ്മളെ നിരീക്ഷിക്കുന്നില്ല, നമ്മൾ ചെയ്യുന്നത് ആരും അറിയില്ല എന്ന ധൈര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ ഓരോരുത്തരും തെറ്റുകൾ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ് തെറ്റ് ചെയ്യാറുള്ളത്, അഴിമതി ചെയ്യാറുള്ളത്. അപ്പം ആരെങ്കിലുമൊക്കെ ഇത് അറിയുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ ആരെങ്കിലും ഇത് വാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ഇത് എക്സ്പോസ് ആവും, ഇത് പുറത്തു വരും എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അഴിമതി എന്ന് പറയുന്ന കാര്യത്തിന് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ നടക്കുന്ന, ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന, ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് എല്ലാവരും അറിയണം എന്ന കൺസെപ്റ്റാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
കാരണം ജനങ്ങളാണ് ഈ പറയുന്ന ആളുകൾക്ക് അധികാരം കൊടുത്ത് ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് അയക്കുന്നത്. ആ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, ഗവൺമെൻറ് ഓഫീസേഴ്സ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണ്, നമ്മൾ ടാക്സ് അടച്ച് ഗവൺമെൻറ്റിലേക്ക് എത്തുന്ന പണം അത് അവരെങ്ങനെയാണ് ചെലവഴിക്കുന്നത്, കൃത്യമായിട്ട് ജനങ്ങളുടെ ആവശ്യങ്ങളിലേക്കാണോ ചെലവഴിക്കുന്നത്, അത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്നുണ്ടോ, അഴിമതിയിലേക്ക് പോകുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റണം. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഫണ്ട് വിനിയോഗത്തിനെ കുറിച്ചിട്ടും അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടും ഒക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണം, അറിവ് നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അഴിമതി ചെയ്യില്ല. കാരണം അവർ ഉപയോഗിക്കുന്ന ഫണ്ട് എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് നാളെ ഒരു സാധാരണക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയണം എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്യില്ല, ആ രൂപത്തിലേക്ക് ഫണ്ട് ദുർവിനിയോഗം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. കാരണം എല്ലാ ഇൻഫർമേഷൻസും ഇന്ന് പബ്ലിക്കാണ്. ആരും അറിയില്ല, ആരും ചോദിക്കില്ല എന്ന ധൈര്യത്തിൽ അഴിമതി ചെയ്തിരുന്ന പല ആൾക്കാരും അതിന് മടിക്കാനുള്ള കാരണം ഈ ഒരു RTI ആക്റ്റാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന ഒരു ആക്ട് കൂടിയാണ് RTI ആക്ട് എന്ന് പറയുന്നത്. അപ്പോൾ RTI ആക്ടിൻ്റെ ആ ഒരു സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാരണം ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് അറിവ് നൽകുന്ന, ജനങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകുന്ന ഒരു ആക്റ്റാണ് RTI ആക്ട് എന്ന് പറയുന്നത്, റൈറ്റ് ടു ഇൻഫർമേഷൻ. ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും ചോദിക്കാം. ഞാനിവിടെ എന്ത് ഇൻഫർമേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് ഇൻഫർമേഷൻസൊന്നും നമുക്ക് അവിടുന്ന് കിട്ടില്ല. ഓക്കെ, ഒരുപാട് ഇൻഫർമേഷൻസൊന്നും നമുക്ക് അവിടുന്ന് കിട്ടില്ല. ചില കാര്യങ്ങൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ, ചില കാര്യങ്ങൾക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് അവിടുന്ന് ചോദിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത് RTI ആക്ടിൻ്റെ കീഴിൽ തന്നെ പറയുന്നുണ്ട്. RTI ആക്ടിൻ്റെ കീഴിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇന്നിന്ന ഇൻഫർമേഷൻസ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ, ഇന്നിന്ന ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടില്ല, ഇന്നിന്ന സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനെ ലഭിക്കുകയുള്ളൂ, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒട്ടുമിക്ക ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കിട്ടാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ കുറച്ചുകൂടെ കഴിയുന്ന സമയത്ത് പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വയ്ക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഇനി RTI ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യാം, കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാം. RTI ആക്ടിൻ്റെ പ്രൊവിഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സാം വ്യൂ പോയിന്റിലായിരിക്കും നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യമായിട്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത് എന്താണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ, ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കാണ് അധികാരം. അപ്പോൾ ജനങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് അധികാരം നൽകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഒരു തീരുമാനമാണ് ജനങ്ങളിലേക്ക് അറിവ് എത്തിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജനങ്ങൾ ചോദിക്കുന്ന അറിവുകൾ, ഇൻഫർമേഷൻസ് അവർക്ക് നൽകുക എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങളിലേക്ക് അറിവ് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമായിട്ട് മാറും. ജനങ്ങൾക്ക് മനസ്സിലാക്കാം ഗവൺമെൻറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയിരുന്ന സമയത്ത് അന്ന് ഉമ്മൻചാണ്ടിയുടെ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് ഒരു CCTV ഉണ്ടായിരുന്നു. അപ്പം CMൻ്റെ ഓഫീസിൻ്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ആ CCTVയിലൂടെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഓരോ സമയത്തും അവിടെ മുഖ്യമന്ത്രി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് നിരീക്ഷിക്കാം. മുഖ്യമന്ത്രി ആരെയാണ് മീറ്റ് ചെയ്യുന്നത്, കാരണം അവിടെ CCTV ഉണ്ടായിരുന്നു. ആ CCTV 24/7 അവേഴ്സ് ലൈവ് സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അന്ന് നമുക്ക് ഈ പറയുന്ന നെറ്റ്വർക്കിങ്ങും കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത, അല്ലെങ്കിൽ അത്രത്തോളം ആളുകളിലേക്ക് എത്താതിരുന്നത് കൊണ്ട് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയില്ല. പക്ഷേ ഇത്തരത്തിൽ 24/7 അവേഴ്സ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് മുൻപിൽ ആ ഒരു ട്രാൻസ്പെറൻസി, സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള ഒരു സംവിധാനം അന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ജനങ്ങൾക്കറിയാം മുഖ്യമന്ത്രി എപ്പോഴാണ് ഓഫീസിലുള്ളത്, മുഖ്യമന്ത്രി ഓഫീസിൽ ആരുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതെല്ലാം ഫയലുകളിലേക്കാണ് മുഖ്യമന്ത്രി ഒപ്പിടുന്നത്, അപ്പോൾ മുഖ്യമന്ത്രി കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഏതെല്ലാം ദിവസങ്ങളിലാണ് ലീവ് ആകുന്നത്, ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വിലയിരുത്താം മുഖ്യമന്ത്രി ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഭരിക്കുന്നത് അല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ജനങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്, ജനങ്ങൾ കൂടുതൽ എംപവേർഡ് ആകുന്നുണ്ട്. ആ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഈ പറയുന്ന ഓരോ ഓഫീസേഴ്സും ജനങ്ങളോട് കൂടുതൽ അക്കൗണ്ടബിൾ ആയിട്ട് മാറും, ആൻസറബിൾ ആയിട്ട് മാറും. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ CCTVയിൽ 6 ദിവസം മുഖ്യമന്ത്രി എന്ത് ചെയ്തിട്ടില്ല, ഓഫീസിലേക്ക് വന്നിട്ടേ ഇല്ല. അങ്ങനെ 6 ദിവസം മുഖ്യമന്ത്രി ഓഫീസിലേക്ക് വന്നിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കും 6 ദിവസം എവിടെയായിരുന്നു എന്നുള്ളത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഓക്കെ, അതല്ല 6 ദിവസം മുഖ്യമന്ത്രി രഹസ്യമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി എന്നാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അതിനെ ചോദ്യം ചെയ്യും. അപ്പോൾ ജനങ്ങളിലേക്ക് ഇൻഫർമേഷൻ എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ ശക്തരാവുക എന്നാണ്. അതിൻ്റെ റിസൾട്ടായിട്ട് വരുന്ന കാര്യമാണ് ഗുഡ് ഗവേണൻസ്, അല്ലെങ്കിൽ ഒരു സൽഭരണം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സൽഭരണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അതുപോലെ തന്നെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ആർട്ടിക്കിൾ 19 നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 19 വരുന്നുണ്ട്. ആ ആർട്ടിക്കിൾ 19 പലപ്പോഴായിട്ട് നമ്മുടെ സുപ്രീം കോടതി പല ഘട്ടങ്ങളിലായിട്ട് വ്യാഖ്യാനം ചെയ്യുകയും അങ്ങനെ ആർട്ടിക്കിൾ 19 സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി ആഡ് ചെയ്ത ഒരു കൺസെപ്റ്റ് വരുന്നുണ്ട്. അതാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ.
അപ്പം എനിക്കൊരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, എനിക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ, എനിക്കതിനെക്കുറിച്ചിട്ടുള്ള അറിവ് ആദ്യം വേണം. അപ്പോൾ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടോ ഗവൺമെൻറ് സംവിധാനങ്ങളെക്കുറിച്ചിട്ടോ വിമർശിക്കാനോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സിറ്റിസണ്, ഒരു സാധാരണക്കാരന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ അയാൾക്ക് ആദ്യം കിട്ടണം. ആ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കിൾ 19. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എയിൽ അണ്ടറിൽ വരുന്ന ഒരു അവകാശം കൂടിയാണ്, ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും കൂടിയാണ്, നമ്മുടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിട്ട് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റും കൂടിയാണ് ഈ പറയുന്ന RTA അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കൺസെപ്റ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു സപ്പോർട്ട് കൂടി RTA ആക്ടിന് വരുന്നുണ്ട്. അപ്പോൾ ഇതേ കാര്യം സുപ്രീം കോടതി വിവിധ കേസുകളിൽ റീഇറ്ററേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സുപ്രീം കോടതി ഇതേ കാര്യം പല കേസുകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സുപ്രീം കോടതി റൈറ്റ് ടു ഇൻഫർമേഷൻ RTAയുടെ അണ്ടറിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞ ചില കേസുകളാണ് സ്റ്റേറ്റ് ഓഫ് UP വേഴ്സസ് രാജ്നാരായണൻ കേസ്, അതുപോലെ തന്നെ SP ഗുപ്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. ഈ കേസുകളിലൊക്കെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് RTA എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 19 സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ്റെ അണ്ടറിൽ വരുന്ന, അതിന് കീഴിൽ വരുന്ന ഒരു റൈറ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റ് ടു നോ അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ യെസ്, ഇറ്റ് ഈസ് എ ഫണ്ടമെൻ്റൽ റൈറ്റ്. RTA എന്ന് പറയുന്നത് ഒരു ലീഗൽ റൈറ്റ് മാത്രമല്ല, അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റും കൂടെയാണ് നമ്മുടെ ഇന്ത്യയുടെ കേസിൽ. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് വരുന്നത്. ഇനി RTA ആക്ടിൻ്റെ ആ ഒരു ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1970-90 കാലഘട്ടങ്ങളിൽ തന്നെ പലപ്പോഴായിക്കൊണ്ട് സുപ്രീം കോടതി ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ റൈറ്റ് ടു നോ, ജനങ്ങൾക്ക് ഗവൺമെൻറ് സംവിധാനങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവകാശം ഉണ്ട് എന്നതിനെ കോടതി അംഗീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന UP വേഴ്സസ് രാജ്നാരായണൻ കേസിലായാലും SP ഗുപ്ത കേസിലൊക്കെ ആയി കഴിഞ്ഞാലും കോടതി പറഞ്ഞത് റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് റൈറ്റ് ടു സ്പീച്ച് അല്ലെങ്കിൽ റൈറ്റ് ടു സ്പീക്ക് ആൻഡ് എക്സ്പ്രഷൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ആർട്ടിക്കിൾ 19 കീഴിൽ വരുന്നുണ്ട് എന്ന് സുപ്രീം കോടതി 1970-90 വന്നിട്ടുള്ള വിവിധ ജഡ്ജ്മെൻറ്റുകളിലായിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതിനെ തുടർന്നുകൊണ്ട് ഒരു സുതാര്യത അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ എന്ന് പറയുന്നത്. MKSS എന്ന് പറയും, അല്ലെങ്കിൽ മസ്ദൂർ കിസാൻ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. അപ്പം രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അരുണ റോയി ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ രാജസ്ഥാൻ ബേസ്ഡായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മസ്ദൂർ കിസാൻ സംഘ് അവരായിരുന്നു ആദ്യമായിട്ട് RTA അല്ലെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ വേണം എന്ന ഒരു ആവശ്യം സംഘടിതമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ സംഘടിതമായിട്ട് ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ആവശ്യപ്പെട്ട കാര്യങ്ങളായിരുന്നു, ഒന്ന് വേജ് പേയ്മെൻറ്റ്, കൃത്യമായിട്ട് സാലറികൾ കൊടുക്കുന്നുണ്ട്, സാലറിയെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് വേണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചേഴ്സ്, ഗവൺമെൻറ് പണം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം എന്നുള്ള ഒരു ആവശ്യം കൂടെ ഈ മസ്ദൂർ കിസാൻ സംഘ് മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. രാജസ്ഥാനിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. പലപ്പോഴായിട്ട് ചോദിക്കാറുണ്ട് ഏത് മൂവ്മെൻറ്റാണ് RTAയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ RTAയിലേക്ക് നയിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മസ്ദൂർ കിസാൻ സംഘ് അവരുടെ മൂവ്മെൻ്റ് ആണ്. അതൊന്ന് ഓർത്ത് വയ്ക്കണം. ഇനി നമ്മുടെ ഇന്ത്യയിൽ RTA ആക്ട് നിലവിൽ വരുന്നത് 2005 ഓക്കെ, 2005 നമ്മുടെ ഇന്ത്യയിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഓക്കെ, എന്നാൽ അതിനു മുമ്പ് തന്നെ 2002 ഇതുപോലെ ഒരു ആക്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഓക്കെ, ഒരു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ബില്ല് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. ഓക്കെ, ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരാൻ 2002 ശ്രമിച്ചു, പക്ഷേ അത് പരാജയപ്പെട്ട് പോവുകയാണ് ചെയ്തത്. പിന്നീട് 2004 ശേഷം UPA ഗവൺമെൻറ് അധികാരത്തിൽ വരികയും അവർ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അതിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി ആരാന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. അത് APJ അബ്ദുൽ കലാമാണ്. ഓക്കെ, APJ അബ്ദുൽ കലാം, അദ്ദേഹമാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിൽ ഒപ്പുവെച്ച രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക, 2005 മുതലാണ് ഇന്ത്യയിലൊട്ടാകെയായിട്ട് RTA ആക്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്നാൽ 2005 മുൻപ് തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും RTA നടപ്പാക്കിയിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെ RTA നടപ്പാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. 1997 തമിഴ്നാട് നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഗോവ, രാജസ്ഥാൻ, ഡൽഹി പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെ അവിടെ നടപ്പാക്കുകയുണ്ടായി. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, RTAയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ്, മസ്ദൂർ കിസാൻ സംഗതൻ അവരുടെ മൂവ്മെൻറ്റ് ആദ്യമായിട്ട് നടക്കുന്നത് രാജസ്ഥാനാണ്. പക്ഷേ ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്, RTA ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ആ ഒരു ഡിഫറൻസ് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഡിഫറൻസ് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇനി രാജസ്ഥാനിലാണ് ആദ്യമായിട്ട് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ,
അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, പല സംസ്ഥാനങ്ങളും ഇത് നടപ്പാക്കി. സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിലും ഇതിന് വേണ്ടിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നു. RTA ആക്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പല രാഷ്ട്രീയ പാർട്ടികളും പല കക്ഷികളും ആവശ്യപ്പെട്ടു. അതിൻ്റെ ഭാഗമായിട്ട് 2002 അന്ന് ഭരണത്തിലുണ്ടായിരുന്നത് BJP ഗവൺമെൻറ് ആയിരുന്നു. അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ ഒരു ബില്ല് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് തന്നെ അറിയാം, ആ കാലഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിന് ഒരു ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല, സപ്പോർട്ടോട് കൂടിയിട്ട് മാത്രം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ 2002 ആ ബില്ല് പരാജയപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നീട് 2004 ആകുന്ന സമയത്ത് UPA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നുണ്ട്. അവർ ആ ബില്ല് വീണ്ടും റൈറ്റ് ടു ഇൻഫർമേഷൻ എന്നുള്ള പേരിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, മോഡിഫൈ ചെയ്ത് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കൊണ്ടുവരുന്നുണ്ട്. ആ ബില്ല് 2005 പാസ്സാവുകയാണ് ചെയ്യുന്നത്. അതാണ് ഇന്ന് നമ്മൾ കാണുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആയിട്ട് മാറുന്നത്. അതൊരു നിലവിൽ വരുന്ന ഡേറ്റും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കണം. 12th October 2005 ആണ്. 12th October 2005 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബില്ലുകൾ അത് ആദ്യമായിട്ട് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ലോകസഭ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്ന ഡേറ്റ്, രാജ്യസഭ ഒപ്പുവെച്ച ഡേറ്റ്, പ്രസിഡന്റ് ഫൈനലായിട്ട് ഒപ്പുവെച്ച് അത് പ്രാബല്യത്തിൽ വന്ന ഡേറ്റ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. എസ്പെഷ്യലി നാരി ശക്തി വന്ദൻ യോജന ആ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന ഓരോ ഡേറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക്സഭ അംഗീകരിച്ചത്, രാജ്യസഭ അംഗീകരിച്ചത്, പ്രസിഡന്റ് ഒപ്പുവെച്ചത്, ഇതൊക്കെ ആ ബില്ലിൻ്റെ കേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. അപ്പോൾ ഈ പറയുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിലവിൽ വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 12th October 2005 ആണ്. ഓക്കെ, October 12, 2005 RTA ആക്ട് നിലവിൽ വരുന്നത്. അത് നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്തായാലും എന്ത് ചെയ്യാം, അടുത്ത കൺസെപ്റ്റിലേക്ക് പോകാം. ഒന്നാമത്തത്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു RTA ആക്ട് കൊണ്ടുവന്നത്? ഓക്കെ, എന്തിനാണ് ഈ ഒരു RTA ആക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അഴിമതി ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് ജനങ്ങളോട് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യത അല്ലെങ്കിൽ ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്, ജനങ്ങളെ അല്ലെങ്കിൽ സിറ്റിസൺസിനെ എംപവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഫംഗ്ഷനിൽ ജനകീയ പങ്കാളിത്തം അല്ലെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ. കാരണം ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഗവൺമെൻറ് എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് RTA ഫയൽ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സജഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഇതിലൂടെ സിറ്റിസൺസിന് സാധിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിൽ വരും. അത് ഈ പറയുന്ന പോലെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിരിക്കാം, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാനായിരിക്കാം, ഗവൺമെൻറ്റിനെ ക്രിട്ടിസൈസ് ചെയ്യാനായിരിക്കാം, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ടേക്ക് വെക്കാനായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ ജനങ്ങൾ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെമോക്രസി അല്ലെങ്കിൽ ജനാധിപത്യം നമുക്ക് ഇതിലൂടെ കുറച്ചും കൂടെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഒന്ന് ഗവേണൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ പങ്കാളിത്തം ഭരണത്തിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുവഴി കറപ്ഷൻ അല്ലെങ്കിൽ അഴിമതി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ജനങ്ങളെ ഒരു അറിവുള്ള ജനവിഭാഗമാക്കി മാറ്റാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ജനങ്ങൾ പലപ്പോഴും ഒരു അല്ലെങ്കിൽ ഒരു ബ്ലൈൻഡ് സ്പോട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ജനങ്ങൾ എന്ന് പറയുന്നത് ഒരു ഡാർക്ക് സ്പോട്ടിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഗവൺമെൻറ്റിലെ ഫംഗ്ഷൻസിനെ കുറിച്ചിട്ട് ഒരറിവുമില്ല, ഫണ്ട് ഗവൺമെൻറ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരറിവുമില്ല, എന്തിനു വേണ്ടിയിട്ടാണ് ഡിഫറൻ്റ് ആയിട്ടുള്ള സ്കീമുകൾ, ഒരറിവും വരുന്നില്ല. അപ്പം പല സ്കീമുകളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് അറിവില്ല, പല സ്കീമുകൾക്ക് വേണ്ടിയിട്ട് എത്ര രൂപ ഗവൺമെൻറ് ഫണ്ട് ചെയ്തെന്ന് അറിയില്ല, ഈ ബെനിഫിഷ്യറീസ് ആരാണെന്നുള്ളത് നമുക്കറിയില്ല, ഇന്ന രൂപയൊക്കെ ചിലവഴിച്ചു, ഇന്ന വികസനങ്ങളൊക്കെ കൊണ്ടുവന്നു ഗവൺമെൻറ് പറയുന്നുണ്ട്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാനോ നമുക്കത് അറിയാനോ കഴിയുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് കൃത്യമായിട്ട് ഫണ്ട് ചിലവഴിച്ചോ, കൃത്യമായിട്ട് ആ വികസനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായോ എന്ന് വിലയിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫോംഡ് സിറ്റിസണിൻ്റെ ആയിട്ട് നമ്മൾ മാറുന്നത് RTA ആക്ട് നിലവിൽ വരുന്നതിന് ശേഷമാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, അവിടെ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ഇനി ഈ RTA ആക്ട് ആർക്കെല്ലാമാണ് ബാധകമായിട്ട് വരുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പം സാലിയൻ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദി RTA ആക്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് ആർക്കെല്ലാം കവേർഡ് ആയിട്ട് വരുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ബാധകമാണ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ബാധകമാണ്, ലോക്കൽ ബോഡീസിന് ബാധകമാണ്. അത് മാത്രമല്ല, ഗവൺമെൻറ്റിൽ നിന്ന് സബ്സ്റ്റാൻഷ്യലി ഫണ്ട് കിട്ടുന്ന, ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്ന നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻസും RTA ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരൊക്കെ RTA ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്, ആരൊക്കെ RTA ആക്ടിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. പലപ്പോഴായിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ഈ പറയുന്ന സെൻട്രൽ ഗവൺമെൻറ് വരുന്നുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് വരുന്നുണ്ട്, ലോക്കൽ ബോഡീസ് വരുന്നുണ്ട്, NGOs വരുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇതിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്, അതൊന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ ഇവരെല്ലാവരും ഇതിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ് എന്നുള്ള രൂപത്തിലേക്ക് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, യെസ്. അടുത്തത്, ഇനി ഇവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഈ ഒരു ആക്ടിൻ്റെ കീഴിൽ വരുന്ന ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഓക്കെ, അപ്പോൾ RTA ആക്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൻ 2 സബ് ക്ലോസ് F പറയുന്നത്
ഈ ഇൻഫർമേഷൻ എന്നാൽ എന്താണ് എന്നുള്ള ഡെഫിനിഷൻ വരുന്നുണ്ട്. ഓക്കെ, സെക്ഷൻ 2-ലാണ് ഇൻഫർമേഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇൻഫർമേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്കോർഡ്സ്, ഡോക്യുമെൻറ്റ്സ്, മെമ്മോസ് തുടങ്ങി ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഗവൺമെൻറ് സെൻഡ് ചെയ്തിട്ടുള്ള ഇമെയിൽസ് വരുന്നുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻസ് വരുന്നുണ്ട്, ഗവൺമെൻറ് നൽകിയിട്ടുള്ള അഡ്വൈസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് പ്രസിഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ ഗവർണർ അഡ്വൈസ് ചെയ്യുന്നത് ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ ആൻഡ് ഹിസ് കൗൺസിലാണ്. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന അഡ്വൈസ്, അതുപോലെ തന്നെ ഗവൺമെൻറ് നൽകിയിരിക്കുന്ന പ്രസ് റിലീസുകൾ ഉണ്ടായിരിക്കും, ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത സർക്കുലർ ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഗവൺമെൻറ് ചില സമയങ്ങളിൽ കോൺട്രാക്റ്റ് ഒപ്പുവെക്കാറുണ്ട്. ഓക്കെ, ഇപ്പോൾ PPP പ്രൊജക്റ്റുകളൊക്കെ ആണെങ്കിൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട്, അത് ഗവൺമെൻറ്റും പ്രൈവറ്റ് എൻറ്റിറ്റിയും കൂടെ ഒരുമിച്ചാണ് ചില പ്രൊജക്റ്റുകൾ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾ നോക്കുക, വിഴിഞ്ഞം പ്രോജക്റ്റ് ഗവൺമെൻറ്റും അദാനി ഗ്രൂപ്പും ഒരുമിച്ചാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നീതി ആയോഗ് തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സുകളൊക്കെ റിലീസ് ചെയ്യുന്നത് നീതി ആയോഗാണ്. അപ്പോൾ ഇത്തരത്തിൽ ഗവൺമെൻറ് റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടുകൾ നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഗവൺമെൻറ് കളക്ട് ചെയ്ത ഡാറ്റ ആണെങ്കിൽ അത് നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ പക്കലുള്ള ഗവർണൻസ് ആവശ്യത്തിന് വേണ്ടിയിട്ട്, ഭരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ശേഖരിച്ച് വെച്ച ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. അത് ഈ പറയുന്ന ഡെഫിനിഷൻ ഓഫ് ദി ഇൻഫർമേഷൻ ആക്ട് സെക്ഷൻ 2 ക്ലോസ് F പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, യെസ്, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇതിനടുത്തത് റൈറ്റ് ടു ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഒന്ന്, നമുക്ക് വേണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ വർക്കുകളെ നേരിട്ട് പോയിട്ട് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് ഇൻസ്പെക്ട് ചെയ്യാം. അത് ചിലപ്പോൾ ചില സമയത്ത് അവർ നമുക്ക് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. ഇനി ചില സമയത്ത് ഡോക്യുമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയിട്ട് അവിടെ സമയപരിധി വെച്ചിട്ടുണ്ടായിരിക്കും. അതായത് 1 മണിക്കൂറൊക്കെ സമയം ഉണ്ടായിരിക്കും. ആ 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് ഫ്രീ ആയിട്ട് ആ ഡോക്യുമെൻറ്റ്സ് മുഴുവൻ നമുക്ക് വെരിഫൈ ചെയ്യാം അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. ചില ഡോക്യുമെൻറ്റ്സ് ചിലപ്പോൾ പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻറ്റഡ് ആയിട്ട് അവർ തരുന്നുണ്ടായിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ നിന്ന് പേജ് കീറി എടുക്കണമെന്നല്ല, അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന ഗവൺമെൻറ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പെർമിഷനോട് കൂടിയിട്ട് അതിൻ്റെ കോപ്പി വേണമെങ്കിൽ നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതും പറ്റുന്നതാണ്. ഇനി ഇതൊന്നും അല്ലാതെ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡിജിറ്റൽ യുഗമാണ്. അപ്പോൾ ഡിജിറ്റൽ യുഗമാകുന്ന സമയത്ത് ഡിജിറ്റൽ കോപ്പീസ് നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ ഗവൺമെൻറ്റും വേറൊരു എൻറ്റിറ്റിയും തമ്മിലുള്ള കരാർ അത് ഡിജിറ്റലായിട്ടുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ കോപ്പി, അതിൻ്റെ ഒരു PDF നമുക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് പറ്റും. ആ PDF അവർ നമുക്ക് നൽകണം. അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ഫോർമാറ്റിലായി കഴിഞ്ഞാലും അതല്ലാതെ ടെക്സ്റ്റ് ഫോർമാറ്റിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ നോൺ ഡിജിറ്റൽ ഫോർമാറ്റിലായി കഴിഞ്ഞാലും എല്ലാ ഇൻഫർമേഷൻസും RTA ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ഡിജിറ്റൽ ആൻഡ് നോൺ ഡിജിറ്റൽ, ഡിജിറ്റലൈസ്ഡ് റെക്കോർഡും വരുന്നുണ്ട്, നോൺ ഡിജിറ്റലൈസ്ഡ് റെക്കോർഡ് രണ്ടും വരുന്നുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കണേ. ഓക്കെ, ഡിജിറ്റലൈസ്ഡ് റെക്കോർഡ് വരുന്നുണ്ട് പ്ലസ് നോൺ ഡിജിറ്റലൈസ്ഡ് റെക്കോർഡ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും RTA ആക്ടിൻ്റെ പരിധിയിൽ വരുന്നുണ്ട്. അതങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതാണ് പബ്ലിക് ഓതോറിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി എന്താണ്? RTA ആക്ടിൻ്റെ കീഴിൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, അവർ കൃത്യമായിട്ട് അല്ലെങ്കിൽ അവർ വളരെ വൃത്തിക്ക് ഓരോ റെക്കോർഡുകളും കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കാരണം ഏത് റെക്കോർഡാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സിറ്റിസൺസ് ചോദിക്കുക എന്നറിയില്ല. അപ്പോൾ ഓരോ റെക്കോർഡും അവർ കൃത്യമായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി അതുപോലെ തന്നെ ഗവൺമെൻറ് ഓഫീസുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വമോട്ടോ അവർക്ക് അവരുടെ താല്പര്യപ്രകാരം തന്നെ പല റിപ്പോർട്ടുകളും പബ്ലിക്കായിട്ട് റിലീസ് ചെയ്യാം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യേണ്ട, RTA കേസ് വരുന്നില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഗവൺമെൻറ് ഓഫീസറാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഗവൺമെൻറ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് എല്ലാം പബ്ലിക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ ആ ഇൻഫർമേഷൻ അന്വേഷിച്ചുകൊണ്ട് പിന്നെ RTA ഫയൽ ചെയ്യേണ്ട കാര്യമില്ല. അത് പബ്ലിക്കലി അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ആർക്കും ആ ഒരു ഡോക്യുമെൻ്റ് എടുത്ത് നോക്കാം. അപ്പോൾ സ്വമോട്ടോ, സ്വമേധയ കമ്പനികൾക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങൾക്ക് അവർക്ക് സ്വമേധയ അല്ലെങ്കിൽ ഓഫീസേഴ്സിന് അവർക്ക് സ്വമേധയ ഇൻഫർമേഷൻസ് വെളിപ്പെടുത്താം. അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത്. അതിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഫംഗ്ഷൻസ്, ഡ്യൂട്ടീസ് ആ ഓർഗനൈസേഷൻ്റെ, അതുപോലെ തന്നെ ആ ഓർഗനൈസേഷൻ്റെ ബഡ്ജറ്റ്, എക്സ്പെൻഡിച്ചർ, അതുപോലെ തന്നെ ആ ഒരു ഓർഗനൈസേഷനിലെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്, ഇതെല്ലാം കവേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എന്ത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ പബ്ലിക് ഓതോറിറ്റീസിൻ്റെ ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഒന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇതിന് അടുത്തത്
ഇനി നമ്മളൊരു RT ആക്ട് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. നോർമൽ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോ ഓഫീസിലും നമുക്ക് ഈ പറയുന്ന RTA ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഓരോ സ്ഥാപനത്തിലും ഉണ്ടായിരിക്കും. ആ സ്ഥാപനത്തിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്താണ് നമ്മൾ സാധാരണ RTI ഫയൽ ചെയ്യാറുള്ളത്. അതല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്താണ് ഒരു കേസ് ഫയൽ ചെയ്യുന്നത്, ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ഫയൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ കേസ് ഫയൽ ചെയ്ത് 30 ദിവസത്തിൻ്റെ ഉള്ളിലാണ് സാധാരണയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ അടുത്താണെങ്കിൽ ഒരു 5 ദിവസം കൂടെ അധികം വരും. 35 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കണം ആ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത് ഇഫ് ആപ്ലിക്കേഷൻ ഇസ് ബൈ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതായത് സബോർഡിനേറ്റ് ആയിട്ട് കിടക്കുന്ന അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷനിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ 35 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, നോർമലി 30 ദിവസമാണ്. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വഴിയാണ് നിങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഏത് വിവരമാണോ ആവശ്യപ്പെട്ടത് അത് തരാൻ ഗവൺമെൻറ് ബാധ്യസ്ഥനാണ്. ഇനി അതല്ല അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ വഴിയാണെങ്കിൽ 35 ദിവസത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും ആ ഒരു കാര്യം ലഭിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് ആരുടെയെങ്കിലും ലൈഫ്, ലിബർട്ടി ഇതൊക്കെയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. എന്ന് വെച്ചാൽ മറ്റൊരാളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇൻഫർമേഷൻ ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരാളുടെ ജീവൻ ഏതെങ്കിലും തരത്തിൽ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ അയാളുടെ ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കും, അങ്ങനത്തെ ഒക്കെ കേസാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 48 hours ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗവൺമെൻറ് ലഭ്യമാക്കിയിരിക്കണം. വിത്തിൻ 48 hours എന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 2 days ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭ്യമായിരിക്കണം. 2 days അല്ല, കറക്റ്റ് ആൻസർ 48 hours എന്നുള്ളത് തന്നെയാണ്. ഇനി അതുപോലെ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി കൺസൾട്ടേഷൻ ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞം പ്രോജക്റ്റ്. അപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഇൻഫർമേഷൻ ഗവൺമെൻറ്റിൽ നിന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഗവൺമെൻറ്റിൻ്റെ ഇൻഫർമേഷൻ മാത്രം എടുത്താൽ പോരാ, അതിനെന്ത് ചെയ്യണം, അദാനി ഗ്രൂപ്പുമായിട്ട് കൺസൾട്ട് ചെയ്യണം. കാരണം ഈ പറയുന്ന പ്രോജക്റ്റിൽ അദാനി ഗ്രൂപ്പും വരുന്നുണ്ട്. അപ്പോൾ ഒരു തേർഡ് പാർട്ടിയുമായിട്ട് ഗവൺമെൻറ്റിന് കൺസൾട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ 40 ദിവസത്തിൻ്റെ ഉള്ളിലാണ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതും ഓർത്ത് വയ്ക്കണം. തേർഡ് പാർട്ടി കൺസൾട്ടേഷൻ ഗവൺമെൻറ്റിന് ആവശ്യമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ 40 ദിവസത്തിൻ്റെ ഉള്ളിലായിരിക്കും ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. എത്ര ദിവസത്തിനുള്ളിൽ, എത്ര ടൈം ലിമിറ്റിൻ്റെ ഉള്ളിലായിരിക്കും നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടുക എന്നുള്ളത്. നോർമൽ കേസിൽ 30 ദിവസമാണ്. അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ വഴിയാണ് അപ്ലൈ ചെയ്തത് എന്നുണ്ടെങ്കിൽ അവിടെ 35 ദിവസം അല്ലെങ്കിൽ 5 ദിവസം കൂടുതലായിട്ട് എടുക്കും. ആരുടെയെങ്കിലും ജീവനുമായിട്ടോ അല്ലെങ്കിൽ ലിബർട്ടിയുമായിട്ടോ ബന്ധപ്പെട്ട കേസുകളാണെന്നുണ്ടെങ്കിൽ ആ കേസിൽ വിത്തിൻ 48 hours ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ടായിരിക്കണം. ഇനി ഗവൺമെൻറ്റിന് ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ മൂന്നാമതൊരാളുമായിട്ട് കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ മൂന്നാമതൊരാളിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് നൽകണം എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ 40 ദിവസം വരെ എടുക്കുന്നതായിരിക്കും. ഇനി ഈ പറയുന്ന ദിവസങ്ങളിലേക്കാൾ കൂടുതലായി എന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ ആ ലേറ്റ് ആകുന്ന ഓരോ ദിവസത്തിനും 250 രൂപ പെർ ഡേ എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾക്ക് കോമ്പൻസേഷൻ നൽകണം. അല്ലെങ്കിൽ ഈ ഓഫീസർ, അതായത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ നിങ്ങൾക്ക് സമയത്ത് ഇൻഫർമേഷൻ നൽകിയിട്ടില്ല, 30 ദിവസത്തിനിടയ്ക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 31ാമത്തെ ദിവസം മുതൽ ഓരോ ദിവസവും 250 രൂപ വെച്ച് അങ്ങേര് പിഴ നൽകിക്കൊണ്ടേയിരിക്കണം. മാക്സിമം എത്ര വരെ? 25,000 രൂപ ആകുന്നത് വരെ ഈ പിഴ എന്ത് ചെയ്യണം, എടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ പിഴ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ മാക്സിമം 25,000 രൂപ വരെ പിഴ വരുന്നതായിരിക്കും. ഓരോ ദിവസം ലേറ്റ് ആകുന്നതിനും 250 രൂപ പിഴ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. യെസ്. ഇതിനടുത്തത് ഈ RT ആക്ടിന് അണ്ടറിൽ നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, നാഷണൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, ഇനി അതുപോലെ NGOs ആയിക്കോട്ടെ, ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന ഇൻഫർമേഷൻസ് നമുക്ക് ചോദിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ RT ആക്ടിന് അണ്ടറിൽ നമുക്ക് ഇൻഫർമേഷൻസ് കിട്ടാത്ത ചില സാഹചര്യങ്ങൾ വരുന്നുണ്ട്. ആ കിട്ടാത്ത സാഹചര്യങ്ങളാണ് സെക്ഷൻ 8 and 9 കീഴിൽ വരുന്നത്. സെക്ഷൻ 8, സെക്ഷൻ 9 കീഴിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കില്ല. അതൊന്ന് ഓർത്ത് വയ്ക്കണം. അപ്പോൾ അവിടെ പ്രധാനമായിട്ടും വരുന്ന എക്സംഷൻസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രധാനമായിട്ടും വരുന്ന എക്സംഷൻസ് ഒന്ന് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി വരുന്നുണ്ട്. നാഷണൽ സെക്യൂരിറ്റി ആൻഡ് സോവറിനിറ്റി വരുന്നുണ്ട്. ജസ്റ്റ് 1 second. യെസ്. അപ്പോൾ സെക്ഷൻ 8, 9 ഈ ഒരു എക്സംഷൻ വരുന്നത്. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സെക്ഷൻ 8. സെക്ഷൻ 8ൻ്റെ അണ്ടറിലും സെക്ഷൻ 9ൻ്റെ അണ്ടറിലും ചില കാര്യങ്ങൾ എക്സംപ്റ്റഡ് ആണ്. RT ആക്ടിൻ്റെ പരിധിയിൽ അത് വരുന്നില്ല. അത്തരം കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ ചോദിച്ചിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൽ നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ലഭിക്കില്ല.
അപ്പോൾ അങ്ങനെ വരുന്ന മേജർ ആയിട്ടുള്ള എക്സംഷൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അഖണ്ഡതയുമായിട്ട് അല്ലെങ്കിൽ പരമാധികാരവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ഹാനികരമായിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾ ചോദിക്കുകയാണ്, ഓക്കെ, ഗവൺമെൻറ് എടുത്ത് ചോദിക്കുകയാണ്, ഇന്ത്യയിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആറ്റം ബോംബ് സൂക്ഷിച്ചിരിക്കുന്നത്? ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകാൻ പറ്റില്ല. കാരണം ഈ ഇൻഫർമേഷൻ ലീക്കായി കഴിഞ്ഞാൽ ഒരു ടെററിസ്റ്റിൻ്റെ കയ്യിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവർ ആ പ്രദേശം അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണ്. അപ്പോൾ അത്തരം ഇൻഫർമേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RTI നിന്ന് റിപ്ലൈ കിട്ടില്ല. അതാണ് പറയുന്നത്, നാഷണൽ സെക്യൂരിറ്റി അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പരമാധികാരം ഇതിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ലഭിക്കുകയില്ല. അടുത്തത്, സേ ഫോർ എക്സാമ്പിൾ കോടതി ചില കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോടതി ചില കാര്യങ്ങളിൽ ലിമിറ്റ് വയ്ക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ചില ഇൻഫർമേഷൻസ് കൊടുക്കരുത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോടതിയുടെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസും ലഭ്യമാവില്ല. അതും കൂടി ഓർത്ത് വയ്ക്കണം. ഓക്കെ, അത്തരം ഇൻഫർമേഷൻസും പബ്ലിക്കലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കില്ല. അടുത്തതാണ് പാർലമെൻ്ററി പ്രിവിലേജസ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ആർട്ടിക്കിൾ 105 ആർട്ടിക്കിൾ 105 കീഴിൽ പാർലമെൻറ്റിന് കളക്റ്റീവ് പ്രിവിലേജ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പ്രിവിലേജ് ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പാർലമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് പറഞ്ഞതാണ്. കളക്റ്റീവ് പ്രിവിലേജിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ പ്രിവിലേജിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളത് പാർലമെൻറ്റിൻ്റെ ക്ലാസ് എടുത്ത സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 105 കീഴിൽ കളക്റ്റീവ് അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രിവിലേജ് എന്ന് വെച്ചാൽ ഒരു പാർലമെൻറ്റ് അംഗമെന്ന നിലയ്ക്കും അതുപോലെ പാർലമെൻറ്റിന് ഒട്ടാകെയും ചില ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ചില പവേഴ്സ് വരുന്നുണ്ട്. അതിൽ കളക്റ്റീവ് പ്രിവിലേജിൽ വരുന്ന ഒരു കാര്യമാണ് പാർലമെൻറ്റിൻ്റെ അകത്ത് സംസാരിക്കുന്ന, പാർലമെൻറ്റിൻ്റെ അകത്ത് നടക്കുന്ന ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ സ്പീക്കർക്ക് വേണമെങ്കിൽ അത് പുറത്ത് വിടരുത് എന്ന് പറയാനുള്ള അധികാരമുണ്ട്. ഓക്കെ, സ്പീക്കർക്ക് വേണമെങ്കിൽ ആ ഇൻഫർമേഷൻസ് പുറത്ത് വിടരുത് എന്ന് പറയാനുള്ള ഒരു അധികാരമുണ്ട്. അങ്ങനെ സ്പീക്കർ പറയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ, സ്പീക്കർ പറയാണ് ഈ ഇൻഫർമേഷൻ പുറത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസും പബ്ലിക്കിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പാർലമെൻറ്റിൻ്റെ അകത്ത് സ്പീക്കർ പറയാണ് ഈ ഇൻഫർമേഷൻ ജനങ്ങൾക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞ ഇൻഫർമേഷൻ ആണെങ്കിൽ അതും പുറത്ത് കൊടുക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് പാർലമെൻ്ററി പ്രിവിലേജിൻ്റെ വയലേഷനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പാർലമെൻറ്റിന് അയാളെ ശിക്ഷിക്കാനുള്ള അധികാരം വരുന്നുണ്ട്. അടുത്തതാണ് ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ ഫ്യുഡീഷ്യറി റിലേഷൻ എന്ന് വെച്ചാൽ ട്രസ്റ്റ്ഷിപ്പ് ബേസ് ചെയ്തിട്ടാണ്, വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്ന ചില കാര്യങ്ങളാണ്. ഓക്കെ, വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്നതാണ്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഓക്കെ, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് SBIയിലുണ്ട്. അപ്പോൾ വേറൊരാൾ എന്ത് ചെയ്യാണ്, RTI ഫയൽ ചെയ്യാണ് ഇന്ന ആളുടെ, അതായത് നിങ്ങൾ പറയാണ് RBI. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദാനി, ഓക്കെ, അല്ലെങ്കിൽ അംബാനി. അപ്പോൾ അംബാനിക്ക് SBIയിൽ ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾ RTI ഫയൽ ചെയ്യാണ്. SBI എന്ന് പറയുന്നത് ഗവൺമെൻറ് സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ RTI ഫയൽ ചെയ്യാണ്, അംബാനിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് നിങ്ങൾ RTI ഫയൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തരില്ല. കാരണം അത് ഒരു ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പാണ്. അതായത് ഒരു ട്രസ്റ്റിൻ്റെ ബേസിലാണ്. ആ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. അത് അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പോയിട്ട് ഒരു ഗവൺമെൻറ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ വേറൊരാൾ എന്ത് ചെയ്യാണ്, RTI ഫയൽ ചെയ്യാണ്, ഇന്ന ആൾ നിങ്ങളെ കാണിച്ചിട്ടില്ലേ, അയാൾ കാണിച്ച സമയത്ത് അയാളുടെ അസുഖങ്ങൾ എന്തായിരുന്നു, നിങ്ങൾ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻ എന്തായിരുന്നു എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ ഒരു RTI ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം മറ്റൊരാളുടെ രോഗവിവരം എന്ന് പറയുന്നത് അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ്. ഞാൻ ഒരു ഡോക്ടറെ കാണിക്കുന്ന സമയത്ത് അയാളോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ രോഗവിവരങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുന്നത്, എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത്. അത് അയാൾ എന്ത് ചെയ്യാൻ പറ്റില്ല, RTIയിലൂടെ ജനങ്ങളോട് എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം വിശ്വാസത്തിൻ്റെ പുറത്താണ് അത് പറയുന്നത്. അത് മറ്റൊരാൾക്ക് കിട്ടിയത് കൊണ്ട് അവിടെ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു ട്രസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് ഓഫീസേഴ്സിനോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഇൻഫർമേഷൻസ് RTIയുടെ പരിധിയിൽ വരുന്നില്ല. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ട്രസ്റ്റ് ബേസ് ചെയ്തുകൊണ്ട് വിശ്വാസത്തിൻ്റെ പുറത്ത് വരുന്ന റിലേഷൻസിനെയാണ് നമ്മൾ ഫ്യുഡീഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഓർത്തു വയ്ക്കണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഫോറിൻ ഗവൺമെൻറ്റുമായിട്ട്, വിദേശ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ചില സമയങ്ങളിൽ നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമായിക്കൊണ്ട് നമുക്ക് വരുന്ന ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുണ്ടായിട്ടുള്ള എഗ്രിമെൻറ്റ് അത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് വരെ, അതായത് ഇന്ത്യൻ ഗവൺമെൻറ് അമേരിക്കൻ ഗവൺമെൻറ് പുറത്ത് വിടുന്നത് വരെ അത് ഒരു സീക്രട്ട് ഇൻഫർമേഷനാണ്. അത് ഒരു തരത്തിലും RTIയുടെ കീഴിൽ നിങ്ങൾക്ക് ലഭിക്കില്ല. കാരണം അത് ഇന്ത്യയും മറ്റ് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധത്തിൽ ചിലപ്പോൾ വിള്ളലുണ്ടാക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ നയതന്ത്ര ബന്ധത്തിൽ ആ ഇൻഫർമേഷൻസ് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിദേശ രാജ്യവുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളിൽ നിങ്ങൾക്ക് RTI ലഭിക്കുന്നുണ്ടായിരിക്കില്ല. അതും കൂടെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അടുത്തതാണ് സേഫ്റ്റി ഓഫ് ഇൻഡിവിജ്വൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം വിക്ടിം പ്രൊട്ടക്ഷൻ സ്കീം.
ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ടൊവിനോ തോമസിൻ്റെ ഒരു സിനിമ. അതിൽ ചില വിക്ടിംസിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ചില കേസുകളിലൊക്കെ സാക്ഷി പറഞ്ഞ ആളുകൾ, ആ സാക്ഷി പറഞ്ഞ ആളുകളുടെ ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് ഗവൺമെൻറ് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട്, അവരെ ഒളിപ്പിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ RTA ഫയൽ ചെയ്യാണ്, ഇന്ന കേസിൽ സാക്ഷി പറഞ്ഞിട്ടുള്ള ഇയാളെ ഗവൺമെൻറ് ഇപ്പം എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ച് നിങ്ങളൊരു RTA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നൽകില്ല. ഓക്കെ, കാരണം ആ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്ത ഇൻഫർമേഷനാണ്. കാരണം അത് ആ വ്യക്തികളുടെ ജീവന് ആപത്താണ്. കാരണം അവരാണ് ഗവൺമെൻറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്ത ഒരു കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും മാഫിയ ചെയ്ത കറപ്ഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് സാക്ഷി പറഞ്ഞ വ്യക്തിയാണ്. അയാളെ ഗവൺമെൻറ് ഒളിപ്പിച്ചതാണ്, അല്ലെങ്കിൽ അയാളുടെ ഐഡൻറ്റിറ്റി മാറ്റിയിട്ട് ഗവൺമെൻറ് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് അയച്ചതാണ്. ആ ഐഡൻറ്റിറ്റി ചോദിച്ചിട്ട് ഒരാൾ കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന മാഫിയകൾ പോയിട്ട് അയാളെ നാളെ കൊന്നുകളയും. അയാൾ സാക്ഷിയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാം, പല കേസിലും പല സാക്ഷികളും കൂറുമാറുന്നതും പല സാക്ഷികളും കൊല്ലപ്പെടുന്നതും ഒക്കെ നിങ്ങൾക്കറിയാം. പല സാക്ഷികളും കൊല്ലപ്പെട്ട് പോകാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഞാൻ ആ പൊളിറ്റിക്സിൻ്റെ സൈഡിലേക്ക് പോകുന്നില്ല, പല കേസുകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ പല കേസുകളിലും ഇത്തരത്തിലുള്ള വിക്ടിംസിനെ, സാക്ഷികളെ കൊന്നു കളയുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ സാക്ഷികളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വിക്ടിം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് പറ്റില്ല, ഈ RTA ആ ഇൻഫർമേഷൻസ് ചോദിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ സേഫ്റ്റി ഓഫ് ഇൻഡിവിജ്വൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരം ആളുകളുടെ സേഫ്റ്റി അല്ലെങ്കിൽ സുരക്ഷയെ അത് ബാധിക്കുന്നുണ്ടായിരിക്കും. അടുത്തതാണ് ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഗവൺമെൻറ് വളരെ സീക്രട്ടായിട്ട് ചില ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ലഹരി മാഫിയയെ പിടിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് വളരെ സീക്രട്ടായിട്ട് ഒരു മാസത്തോളം ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു മാസത്തോളം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ കളങ്കാവൻ സിനിമ. ഓക്കെ, അപ്പോൾ കളങ്കാവൻ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് വിനായകൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സീക്രട്ട് ഏജൻ്റ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ അയക്കുന്നത്. അപ്പോൾ അതിലൊരു പോലീസുകാരൻ വന്നിട്ട് ഏത് ഓഫീസറാണ് അയക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ പോലീസുകാരൻ പറയുന്നില്ല. കാരണം ഏത് ഓഫീസറാണ് അയക്കുന്നത് എന്നുള്ളത്, കാരണം അത്തരം ചില കാര്യങ്ങളിൽ, ചില സീക്രട്ട് മിഷനിൽ ചില കാര്യങ്ങൾ ഗവൺമെൻറ് ഓഫീസേഴ്സിന് അല്ലെങ്കിൽ പോലീസിന്, ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസിന് അവർക്ക് സീക്രട്ടായിട്ട് വെക്കേണ്ടി വരും. കാരണം ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനുണ്ട്. അല്ലാതെ ആ സമയത്ത് RTA കീഴിൽ നിങ്ങൾ അപ്പോയിൻറ്റ് ചെയ്ത അല്ലെങ്കിൽ നിങ്ങൾ നിയോഗിച്ച രഹസ്യ ഉദ്യോഗസ്ഥൻ്റെ പേരും ഡീറ്റെയിൽസും നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ RTA ഫയൽ ചെയ്തിട്ട് ആ ഇൻഫർമേഷൻസ് ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് രഹസ്യ മിഷൻ അല്ല. ഓക്കെ, അപ്പം അത്തരം കാര്യങ്ങളിൽ രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ്റലിജൻസ് ഓർഗനൈസേഷൻ്റെ കേസിലൊക്കെ. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ ദുരന്തർ സിനിമ ഉണ്ടല്ലോ, അപ്പോൾ ദുരന്തർ സിനിമയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ഈ ഇന്ത്യയിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യാണ്, ഈ പറയുന്ന പോലെ പാകിസ്ഥാനിലേക്ക് നിങ്ങൾ അയച്ച സ്പൈൻ്റെ മൊത്തം ഡീറ്റെയിൽസ് വേണം, അല്ലെങ്കിൽ സ്പൈ ആയിട്ട് നിങ്ങൾ അയച്ച ആൾക്കാരുടെ ഫോട്ടോയും ഇൻഫർമേഷനും വേണം എന്ന് ഇവിടുന്ന് ഒരാൾ RTA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അത് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണ്, ലോ എൻഫോഴ്സ്മെൻറ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ലിമിറ്റേഷൻസ് വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതൊന്നും RTA പരിധിയിൽ വരുന്നതല്ല. അടുത്തതാണ് ക്യാബിനറ്റ് പേപ്പേഴ്സ്. അതായത് പ്രൈം മിനിസ്റ്റർ പ്ലസ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ഇരുന്ന് അവർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. ചർച്ച ചെയ്ത് ഫൈനലൈസ് ചെയ്ത ശേഷം ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഫൈനലൈസ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ആ ഇൻഫർമേഷൻ ചോദിക്കാം. അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്യാബിനറ്റിലുള്ള പേപ്പേഴ്സ് അത് നിങ്ങൾക്ക് ലഭ്യമല്ല. അതിനെയാണ് നമ്മൾ ക്യാബിനറ്റ് പേപ്പേഴ്സ് എന്ന് പറയുന്നത്. ക്യാബിനറ്റ് ഡിസിഷൻസ് നിങ്ങൾക്ക് RTA കീഴിൽ വരുന്നുണ്ട്. ഓക്കെ, അതായത് പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ അവരുടെ ക്യാബിനറ്റ് ഡിസിഷൻസ് RTA കീഴിൽ വരുന്നുണ്ട്. എന്നാൽ ആ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ചർച്ച RTA കീഴിൽ വരുന്നില്ല. പലതരത്തിലുള്ള ചർച്ചകൾ നമുക്ക് അറിയാലോ. അപ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ വരുമ്പോൾ ആ ചർച്ചകൾക്കൊടുവിലാണ് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉരുത്തിരിഞ്ഞു വരിക. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ചകൾ വേണ്ട, ഈ ഫൈനലായിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ എന്ത് ചെയ്യാം, എടുക്കാം എന്നുള്ളൊരു കൺസെപ്റ്റാണ് വരുന്നത്. അടുത്തത് പേഴ്സണൽ ഇൻഫർമേഷൻസ്. ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള അയാളുടെ പ്രൈവസിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് നൽകാൻ പാടില്ല, അല്ലെങ്കിൽ RTA ചോദിച്ചിട്ടില്ല, നിങ്ങൾക്കത് കിട്ടില്ല. ഓക്കെ, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കറിയാം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് നമ്മുടെ എല്ലാവരുടെയും ആധാർ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ വായി നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരാൾ വായി നോക്കുകയാണ്. അപ്പോൾ വായി നോക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തു, നിങ്ങൾക്ക് ഈ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് അഡ്രസ്സ് ഒന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ UIDA ഓക്കെ അവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് ഫോട്ടോ അയച്ചിട്ട് അവിടെ നിങ്ങൾ RTA ഫയൽ ചെയ്യണം, ഈ പെൺകുട്ടിയുടെ ആധാർ അഡ്രസ്സ് വേണം എന്ന് പറയണം. അത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം അത് RTA ആ ആളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പേഴ്സണലായിട്ട് വരുന്ന ഇൻഫർമേഷനാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഒരു വ്യക്തിയെക്കുറിച്ചിട്ടുള്ള അയാളുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് അത് നിങ്ങൾക്ക് RTA കീഴിൽ ലഭിക്കില്ല. ഇനി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും എക്സംഷൻസ് വരുന്നുണ്ട്. കാരണം ഇതിനേക്കാളും വലിയ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പൊതു താല്പര്യം അവിടെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വിഷയങ്ങളിലായി കഴിഞ്ഞാലും അവിടെ RTA പ്രകാരം ഇൻഫർമേഷൻസ് നൽകേണ്ടതായിട്ട് വരും. ഒരു വലിയ പൊതു താല്പര്യം അവിടെ കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ
ഓക്കെ, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂരിഭാഗം ജനങ്ങളെയും ബാധിക്കുന്ന ചില വിഷയമാണെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളിൽ എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഓർത്ത് വയ്ക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇൻഫർമേഷൻ ക്യാൻ ബി ഡിസ്ക്ലോസ്ഡ് ഇഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഔട്ട്വെയ്സ് ദ ഹാം. ഓക്കെ, അതായത് ഒരു രഹസ്യം വെളിപ്പെടുത്തുന്നത് കാരണം ഉണ്ടാകുന്ന ഹാം എന്ന് പറയുന്നത് അത് ഉണ്ടാക്കാൻ പോകുന്ന ബെനിഫിറ്റിനെ അപേക്ഷിച്ചിട്ട് കുറവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഹാമിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് ആ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് എത്തുന്നതിലൂടെ RTA ഡിസ്ക്ലോസ് ചെയ്യുന്നതിലൂടെ ഉണ്ടാകും എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാം, ജനങ്ങൾക്ക് ഡിസ്ക്ലോസ് ചെയ്യാം, അതിന് കുഴപ്പം വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഓർത്ത് വയ്ക്കണം. സെക്ഷൻ 8ൻ്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ അടുത്തതാണ് സെക്ഷൻ 9 വരുന്നുണ്ട്. സെക്ഷൻ 9 നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ, അപ്പോൾ നമ്മുടെ ചില ട്രേഡ് സീക്രട്ടുകൾ അല്ലെങ്കിൽ ചില നമ്മുടെ പാറ്റൻറ്റുകൾ, ഇതൊക്കെ നമ്മൾ വളരെ ഡിസ്ക്ലോസ് ചെയ്ത് വെക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് മറ്റാർക്കും ലഭിക്കാതെയാണ് നമ്മൾ ചില ട്രേഡ് സീക്രട്ടുകൾ വെക്കാറുള്ളത്, ചില റെസിപ്പി വെക്കാറുള്ളത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കറിയാമല്ലോ, ഉസ്താദ് ഹോട്ടലിൽ നോക്കുന്ന സമയത്ത് അതൊരു സീക്രട്ടാണെന്ന് പറയാറുണ്ട്. ഓക്കെ, ആ ഒരു ബിരിയാണിയുടെ റെസിപ്പി ചോദിക്കുന്ന സമയത്ത് വളരെ സീക്രട്ടായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ സീക്രട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില പ്രൊഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ചില സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൊക്കക്കോള, അതിൽ നിങ്ങൾ ഏജൻറ്റ് എക്സ് എന്നാണ് കാണുക. ആ ഏജൻറ്റ് എക്സിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അവൈലബിൾ അല്ല, പക്ഷേ അത് ഗവൺമെൻറ്റിൻ്റെ അടുത്തുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ആ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രൊഡക്റ്റിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, അവർ ആ ഇൻഫർമേഷൻ എന്താണെന്നുള്ളത് പറയണം. അപ്പോൾ ഞാനൊരു RTA കൊടുക്കുകയാണ്, കൊക്കക്കോളയുടെ ഈ ഏജൻറ്റ് എക്സ് എന്താണെന്നുള്ള ഡീറ്റെയിൽസ് എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു RTA ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ ആ ഇൻഫർമേഷൻ നമുക്ക് നൽകില്ല. കാരണം അത് കൊക്കക്കോളയുടെ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ഓക്കെ, ട്രേഡ് മാർക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഇൻഫർമേഷൻ നമുക്ക് ലഭ്യമാകുന്നതല്ല. അപ്പോൾ ഇത്തരത്തിൽ പേഴ്സണലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ വരുന്ന അല്ലെങ്കിൽ ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ വരുന്ന അത്തരം പ്രൊട്ടക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ കവർ ചെയ്യുന്നതാണ് സെക്ഷൻ 9 എന്ന് പറയുന്നത്. ഓക്കെ, കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷനിലുള്ള കാര്യങ്ങൾ RTA പുറത്താണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 9. അതൊന്ന് ഓർത്ത് വെക്കണേ. RTA ആക്ടിൻ്റെ പുറത്ത് വരുന്നതാണ് ട്രേഡ് മാർക്ക്, കോപ്പിറൈറ്റ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ദെൻ സെക്ഷൻ 10ൻ്റെ കീഴിലേക്ക് വരുന്ന സമയത്ത് പാർഷ്യലായിട്ട്, മുഴുവനായിട്ട് വേണ്ട, ചില കാര്യങ്ങൾ പാർഷ്യലായിട്ട് അതിൻ്റെ പകുതി ഇൻഫർമേഷൻ കൊടുക്കാം. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇതാണ് മുഴുവൻ ഇൻഫർമേഷൻ എന്ന് വിചാരിക്കാം. ഓക്കെ, മുഴുവൻ ഇൻഫർമേഷൻ. അപ്പോൾ ആ മുഴുവൻ ഇൻഫർമേഷൻ നോക്കുന്ന സമയത്ത് ഇതിലെ പാർഷ്യലായിട്ടുള്ള ഇൻഫർമേഷൻസ്, ഓക്കെ, ഈ പകുതി ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാംഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻസ് പ്രൊട്ടക്റ്റഡ് ആണ്. എന്നാൽ ഈ ഇൻഫർമേഷൻസ് നോൺ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ ആ നോൺ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒരാൾക്ക് നൽകാം എന്ന് പറയുന്നതാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് ചോദിക്കുകയാണ്, ഞാനൊരു RTA ഫയൽ ചെയ്യാണ്, ഇന്ത്യ പാകിസ്ഥാനിലേക്ക് സ്പൈ ആയിട്ടുള്ള ആൾക്കാരെ അയച്ചിട്ടുണ്ടോ? അത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ സ്പൈ ആയിട്ട് അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഇന്ത്യക്കാർ തന്നെയാണോ? ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, അങ്ങനെ അയച്ചിട്ടുള്ള ആൾക്കാരുടെ പേര്, ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻ മുഴുവൻ എനിക്ക് നൽകണം. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ നിന്നുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള സ്പൈ അവർ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരിക്കാം, അവർ പലരും ഇന്ത്യക്കാരായിരിക്കാം, ഇന്ത്യക്കാരല്ലാത്തവരുണ്ടായിരിക്കാം. മൂന്നാമത്തെ ഇൻഫർമേഷൻസ് വളരെ സീക്രട്ടാണ്, അത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിന് മാത്രം എനിക്ക് എന്ത് ചെയ്യാം, മറുപടി നൽകാം. ആദ്യത്തെ ചോദ്യത്തിന് യെസ്, ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, പാകിസ്ഥാനിലേക്ക് സ്പൈ ആയിട്ട് ആൾക്കാരെ അയച്ചിട്ടുണ്ട്. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് വരുന്നില്ല, ഒരു ചേഞ്ച് വരുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം സ്പൈ ആയിട്ട് ചില ആൾക്കാരെയൊക്കെ ഇന്ത്യ എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് അവർ ഇന്ത്യക്കാർ തന്നെയാണോ, അല്ലെങ്കിൽ ഇനി പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മൾ ഹയർ ചെയ്ത് അയച്ചതാണോ, അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അവരുടെ പേര്, ഡീറ്റെയിൽസ്, ഇൻഫർമേഷൻസ് ഇതൊന്നും നമുക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ പാർഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. ഈ പറഞ്ഞ പോലെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഇൻഫർമേഷൻ അത് കൊടുക്കാം, ബാക്കി ഇൻഫർമേഷൻസ് കൊടുക്കണ്ട എന്ന് പറയുന്നതാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ നോക്കുക, 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ആണ്, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ആണ് ബൈനറി സിസ്റ്റത്തിൽ. ഓക്കെ, അപ്പോൾ 1 എന്ന് പറയുന്ന സമയത്ത് ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടും, ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ പാർഷ്യൽ ഡിസ്ക്ലോസിംഗ് ആണ്. ഒരു കാര്യത്തിലെ പകുതി ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടില്ല, നോൺ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ഓൺലി എക്സംപ്റ്റഡ് പാർട്ട് ഈസ് റിമൂവ്ഡ് ആൻഡ് ദ റെസ്റ്റ് ഈസ് ഡിസ്ക്ലോസ്ഡ്. നോൺ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും, എക്സംപ്റ്റഡ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കില്ല. ഇതാണ് RTA ആക്ടിൻ്റെ സെക്ഷൻ 10 എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 8, 9, 10 ഈ 3 സെക്ഷൻസ് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, RTA ആക്ടിൻ്റെ 3 സെക്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 സെക്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ,
യെസ്, അപ്പോൾ തൽക്കാലം നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്, തീർച്ചയായിട്ടും അത് കാണണം. അവിടെയാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ, അവരുടെ അപ്പോയിൻമെൻറ്റ്, റിമൂവൽ, ക്വാളിഫിക്കേഷൻസ്, ആ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ ആരെല്ലാം വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ്റെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനായിട്ട് വരുന്ന ആളുകൾ, അവിടുത്തെ സെലക്ഷൻ കമ്മിറ്റി, ഇങ്ങനെ PSC റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല ഭാഗങ്ങളും നമ്മൾ അവിടെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു എവരിവൺ. ഓൾ ദ ബെസ്റ്റ്. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക, കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ വിഷ് യു എവരിവൺ ഓൾ ദ ബെസ്റ്റ് ആൻഡ് സക്സസ്.